റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൻ്റെ വളരെയേറെ പുണ്യകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചതമ്പുരാൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും പെയ്തിറങ്ങുന്ന ഈ ദിവസങ്ങളിൽ ധാരാളം നന്മകൾ കൊണ്ട്, പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ദിവസത്തെ സജീവമാക്കുവാൻ നാം ശ്രദ്ധിക്കണം എന്ന് ആദ്യം ഉണർത്തുകയാണ്. വിശുദ്ധ റമദാനിനെ വിശ്വാസി എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റമദാനിനെ തനാഫുസ് അഥവാ മത്സരക്കളരിയോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിരിക്കുന്നത്. കളിക്കളത്തിൽ എത്രമേൽ വാശിയും ഊർജ്ജസ്വലതയും ചലനാത്മകതയും കൈമുതലാക്കിയാണോ ഒരു കായിക താരം തൻ്റെ പ്രകടനം കാഴ്ചവെക്കുന്നത്, അതേ രൂപത്തിലായിരിക്കണം വിശ്വാസി തൻ്റെ പ്രവർത്തനങ്ങളെ റമദാനിൽ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൻദുറുല്ലാഹു തആല ഇലാ തനാഫുസിക്കും. മത്സരവീര്യത്തോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും പടച്ചതമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ഫഅറുല്ലാഹു തആല മിൻ അൻഫുസിക്കും ഖൈറ. എത്രമാത്രം പുണ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ അത്രയും പുണ്യങ്ങളുമായി നിങ്ങൾ റമദാനിനെ സജീവമാക്കണം, സക്രിയമാക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ റമദാനിൻ്റെ ഓരോ സന്ദർഭങ്ങളും, ഓരോ നിമിഷങ്ങളും, ഓരോ പ്രവർത്തനങ്ങളും ചലനാത്മകതയോടുകൂടി വളരെ സജീവമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിനെ വിശിഷ്ടമാക്കുന്ന, വേറിട്ട് നിൽക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിരിക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനുമായി വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന ബന്ധം, വിശ്വാസികൾ അതിനോട് കാണിക്കേണ്ടുന്ന മര്യാദ എന്തൊക്കെയാവണം എന്ന് കൃത്യമായി ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഖുർആൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ദൗത്യം? അതെങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്? ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ ഖുർആൻ സ്വാധീനിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ നമുക്കുണ്ടാവേണ്ടതുണ്ട്. സകലമാന തിന്മകളിൽ നിന്നും മുക്തമാക്കി നമ്മളെ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് വഴിവെളിച്ചം വീശുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ലിയുഖ്രിജന്നാസ മിനൽ ദുലുമാത്തി ഇലന്നൂർ. തെറ്റുകളുടെ, അരുതായ്മകളുടെ, അധാർമികതയുടെ കൂരിരുട്ടിൽ നിന്ന് സത്യത്തിൻ്റെ, നീതിയുടെ, ധർമ്മത്തിൻ്റെ, നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഖുർആനിൻ്റെ ദൗത്യമായി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ഏറ്റവും നല്ല വഴിയിലേക്ക് നയിക്കുന്നതാകുന്നു ഖുർആൻ എന്ന് വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെയുള്ള ദൗത്യം നിർവഹിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ എങ്ങനെയായിരിക്കണം ഖുർആനുമായി നാം അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത്, ബന്ധം പുലർത്തേണ്ടത് എന്ന്
വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ 25-ാം അധ്യായത്തിൻ്റെ പേര് സൂറ അൽ ഫുർഖാൻ എന്നാണ്. സൂറ ഫുർഖാനിലെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുന്നത് ഖുർആൻ അവഗണിക്കുന്ന, ഖുർആനിനെ അവഗണിച്ചിരിക്കുന്ന, കൈയൊഴിഞ്ഞിരിക്കുന്ന ആളുകളെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടുക്കൽ പരാതി പറയുന്നതാണ്. ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ ഒരു പാപമായിട്ടാണ്, ഗുരുതരമായ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഖുർആൻ അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ അവഗണിക്കുന്നതിൻ്റെ 6 രൂപങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിലൊന്ന്, ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമല്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അത് ഖുർആനിനോടുള്ള അവഗണനയാണ് എന്നാണ്. നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന, മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്ന, ആ വിശ്വാസത്തോട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അത് വിശ്വസിക്കുകയും അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈ ഒരു വിശ്വാസം, ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമല്ല എന്ന വിശ്വാസം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഖുർആനിനോടുള്ള അവഗണനയാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്, ഖുർആൻ പാരായണം ചെയ്യാതിരിക്കൽ ഖുർആനിനോടുള്ള അവഗണനയാണ് എന്നാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചിട്ടുള്ള വചനമാണ്. അത് പാരായണം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. ഓരോ ഹർഫ്, ഓരോ അക്ഷരം പാരായണം ചെയ്യുന്നതിനും 10 ഇരട്ടിയും അതിൽ ഏറെയുമെല്ലാം പ്രതിഫലമുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും റമദാനിൽ മാത്രമല്ല മറ്റ് സന്ദർഭങ്ങളിലും എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുവാൻ നാം സമയവും സന്ദർഭവും കണ്ടെത്തേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാത്ത ആളുകൾ അത് ഖുർആനിനെ അവഗണിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, ഖുർആനിക വചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മ വിതറുന്ന, ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, ഗുണപാഠങ്ങൾ, ചരിത്രങ്ങൾ എന്നുവേണ്ട മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ പാരായണം ചെയ്യുന്ന ആയത്തുകളുടെ, സൂക്തങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതിന് എമ്പാടും സൗകര്യങ്ങൾ ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിലുണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനിൻ്റെ അർത്ഥമറിയാതിരിക്കുക, അതിന് ശ്രമിക്കാതിരിക്കുക, ആ വിഷയത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഖുർആനിനോടുള്ള അവഗണനയാണ്. നാലാമത്തെ കാര്യം, ഖുർആൻ മനുഷ്യൻ്റെ ചിന്തയെ തൊട്ടുണർത്തുന്ന ധാരാളം കാര്യങ്ങൾ പറയുന്നത്, ശാസ്ത്രീയമായിട്ടുള്ള പരാമർശങ്ങൾ, മനുഷ്യൻ്റെ ആലോചനയും ബുദ്ധിയും ധിഷണയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കൂടുതൽ പഠനം നടത്തേണ്ടുന്ന, മനനം നടത്തേണ്ടുന്ന ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പഠിക്കുക, അന്വേഷിക്കുക, അറിവ് നേടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഖുർആൻ പഠനത്തിൽ നമ്മുടെ ഒരു സംസ്കാരമായി മാറേണ്ടുന്ന ഒരു കാര്യമാകുന്നു എന്നുള്ളതാണ്. അതിന് ശേഷിയുള്ള, കഴിവുള്ള ആളുകൾ, ബുദ്ധിശാലികളായ, ദിശനാശാലികളായ, ഇങ്ങനെയുള്ള പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ള ആളുകൾ
ഖുർആനിൻ്റെ വചനങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അന്വേഷിക്കുവാനും അതിനെ ഗവേഷണാത്മകമായി സമീപിക്കുവാനുമെല്ലാം ഉള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇങ്ങനെ കഴിവുള്ള ആളുകൾ അതിന് ശ്രമിക്കാതിരിക്കലും ഒരു തരത്തിൽ ഖുർആനിനെ അവഗണിക്കലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഖുർആനിക ആയത്തുകൾ മനഃപ്പാഠമാക്കുക കഴിയുന്ന ആളുകൾ, നമുക്ക് കഴിയുന്നത്ര ഖുർആനിൻ്റെ വചനങ്ങൾ മനഃപ്പാഠമാക്കുക. ഇതിന് സൗകര്യങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടും അതിന് ശ്രമിക്കാതിരിക്കുന്നത് അതും ഖുർആനിനെ അവഗണിക്കലാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിലെല്ലാറ്റിലുമുപരി ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഖുർആനിനെ അവഗണിക്കലാണ് എന്നാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് വിശ്വാസം, ആചാരം, സംസ്കാരം, മര്യാദകൾ, ഇങ്ങനെയുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കുക, ജീവിതത്തിൽ പുലർത്തുക എന്ന് പറയുന്നത് അത് ഖുർആനിനെ ആദരിക്കുന്നതിനും ഖുർആനിനെ പരിഗണിക്കുന്നതുമൊക്കെയാണ് എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. അപ്പോൾ ഖുർആൻ ഓതുന്നു, ഖുർആനിൻ്റെ അർത്ഥമറിയുന്നുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഖുർആൻ കഴിയുന്നത്ര മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, കിതാബാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട് എങ്കിൽ അത് ഖുർആനിനെ അവഗണിക്കലാണ് എന്നുള്ളതാണ്. വിശ്വാസരംഗത്ത് നമ്മുടെ വിശ്വാസം സുഭദ്രമാവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമമുണ്ടാവുവാൻ, ചൂഷണമുക്തമായ ജീവിതമായി തീരുവാൻ, അതോടൊപ്പം തന്നെ സമാധാനം ലഭിക്കാൻ കൃത്യമായ ആദർശം, വിശ്വാസ നിലപാട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏകദൈവ വിശ്വാസമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ അതുപോലെ തന്നെ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ സവിശേഷതയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നില്ല എങ്കിൽ അത് ഖുർആനിനോടുള്ള അവഗണനയാണ്. സാമ്പത്തിക രംഗത്ത് നാം പാലിക്കേണ്ടുന്ന മര്യാദകൾ, സംസ്കാരങ്ങൾ, ആദാബുകൾ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സംസ്കാരവും അച്ചടക്കവുമായി ബന്ധപ്പെട്ടതാണ്, കടവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കടം വാങ്ങുകയും കൊടുക്കുകയുമെല്ലാം ചെയ്യുന്ന സന്ദർഭത്തിൽ നാം പാലിക്കേണ്ടുന്ന മര്യാദയെക്കുറിച്ചാണ് ഖുർആൻ ആ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കാതിരിക്കുക, ജീവിത സമാധാനപൂർണമാവാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാവുവാൻ ധാരാളം മൂല്യങ്ങളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ജീവിതത്തിൽ പ്രവർത്തനങ്ങളിൽ പ്രകടനപരത ഉണ്ടാവാൻ പാടില്ല, കാപഢ്യം ഉണ്ടാവാൻ പാടില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുവാൻ സാധിക്കണം. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. തിന്മ കണ്ടാൽ ഏറ്റവും നല്ല നന്മ കൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കണം. കളവ് പറയാൻ പാടില്ല, സത്യസന്ധമായിരിക്കണം ജീവിതം. ജീവിതത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നല്ല ഭാവത്തെ നശിപ്പിച്ചു കളയുന്ന, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി തീർക്കുന്ന ധാരാളം തിന്മകൾ അത് പാടില്ല, അരുത് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സംസ്കാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഖുർആൻ പഠിക്കുന്ന ഖുർആനിൻ്റെ ആളുകളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. ഇതല്ലാത്ത രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഖുർആനിനോടുള്ള അവഗണനയാണ് എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. അപ്പോൾ വിശുദ്ധ റമദാനിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മാസത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഖുർആനിൻ്റെ സംസ്കാരം ഇല്ലാത്ത,
ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള മൂല്യവും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാത്ത ആളുകൾ അവരുടെ ഹൃദയം തകർന്നടിഞ്ഞ ഒരു വീട് പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്. എന്താണ് ആൾതാമസമില്ലാത്ത ഒരു വീട്? അവിടെ ജനങ്ങളുടെ സാന്നിധ്യമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ആ വീട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും. പലതരത്തിലുള്ള ക്ഷുദ്രജീവികളും അവിടെ തങ്ങളുടെ സങ്കേതമായി കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയായിരിക്കും ഖുർആനിൻ്റെ സംസ്കാരം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മനസ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സകലവിധത്തിലുള്ള തിന്മകളുടെയും കേന്ദ്രമായി ആ ഹൃദയം പരിണമിക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൻ്റെ സംസ്കാരം, ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും സജീവമായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം നഷ്ടത്തിലായിത്തീരും എന്നുള്ള തിരിച്ചറിവും ബോധവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വചനം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതാണ്. വെള്ളം തട്ടുമ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയവും തുരുമ്പ് പിടിക്കുമെന്നാണ്. സഹാബിമാർ ചോദിച്ചു, എങ്ങനെയാണ് പ്രവാചകരെ ഞങ്ങളുടെ ഹൃദയത്തിൽ തുരുമ്പെടുത്താൽ അത് ഞങ്ങൾ ശരിപ്പെടുത്തുക എന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മറുപടിയാണ് പറയുന്നത്. ഒന്ന്, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നതിൽ കവിഞ്ഞ് പാരായണം ചെയ്യുന്ന ആയത്തുകൾ, ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ പാലിക്കുകയും പിന്തുടരുക കൂടി ചെയ്യുക എന്നൊരു ആശയതലം അതിനുണ്ട്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനിൻ്റെ ചിന്തകൾ ഹൃദയത്തിൽ സജീവമായി നിലനിർത്ത് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണചിന്ത ഹൃദയത്തിൽ സജീവമായി നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ എല്ലാ തരത്തിലുള്ള തുരുമ്പും മാലിന്യങ്ങളും നീങ്ങിക്കളയുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യകരമായ ദിനരാത്രങ്ങളിൽ ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും ഖുർആൻ പഠിക്കുവാനും ഖുർആനുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലും അന്വേഷണങ്ങളിലും വ്യാപൃതരാകുവാനും അതിലുപരി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം, ജീവിത പദ്ധതി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഫലപ്രദമായി നടപ്പിൽ വരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യമാസം റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലം.